നെക്സ്റ്റ് സ്പാനിങ് ട്രീ. അപ്പോൾ ഫസ്റ്റ് സ്പാനിങ് ട്രീയുടെ ഡെഫിനിഷൻ നോക്കാം. ലെറ്റ് ജി ബി എ സിമ്പിൾ ഗ്രാഫ്. എ സ്പാനിങ് ട്രീ ഓഫ് ജി ഈസ് എ സബ് ഗ്രാഫ് ഓഫ് ജി ദാറ്റ് ഈസ് എ ട്രീ കണ്ടെയ്നിങ് എവരി വെർട്ടെക്സ് ഓഫ് ജി. അതായത് സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗ്രാഫിൻ്റെ സബ് ഗ്രാഫിനെയാണ് സ്പാനിങ് ട്രീ എന്ന് പറയുക. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ എല്ലാ വെർട്ടെക്സും സ്പാനിങ് ട്രീക്കകത്ത് കാണണം. നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ എല്ലാ വെർട്ടെക്സും സ്പാനിങ് ട്രീക്കകത്ത് കാണണം. അതൊരു ട്രീ ആയിരിക്കണം. ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രീ എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ആയിരിക്കണം. സൈക്കിളൊന്നും ഉണ്ടാവാനും പാടില്ല. അതായത് ലൂപ്പോ പാരലൽ എഡ്ജസോ ഒന്നും ഉണ്ടാവാൻ പാടില്ല ട്രീക്കകത്ത്. ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്റ്റഡ് ആയിരിക്കണം. സൈക്കിളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എന്താണ് സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാൽ? സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ എല്ലാ വെർട്ടെക്സും സ്പാനിങ് ട്രീക്കകത്ത് വേണം. അതുപോലെ തന്നെ അത് കണക്റ്റഡും ആയിരിക്കണം. അതിൽ സൈക്കിളൊന്നും ഉണ്ടാവാനും പാടില്ല. അപ്പോൾ സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാൽ അതാണ് ഡെഫിനിഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദ സ്പാനിങ് ട്രീസ് ഓഫ് ദി ഗ്രാഫ് ജി. ജി എന്ന് പറഞ്ഞ ഒരു ഗ്രാഫാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ സ്പാനിങ് ട്രീ കണ്ടുപിടിക്കണം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ്. നോക്കുക, ഇതൊരു ട്രീ അല്ല. കാരണം എന്താണ്? ഇവിടെ കണ്ടോ പാരലൽ എഡ്ജസ് ഒക്കെ ഉണ്ട്. ഇത് ഒരു സൈക്കിളൊക്കെ ഉണ്ട്. കണക്റ്റഡും ആയിരിക്കണം. സൈക്കിളൊന്നും ഉണ്ടാവാനും പാടില്ല. അതാണ് ട്രീ എന്ന് പറഞ്ഞാൽ, സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ്? ഇവിടെ സൈക്കിളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ സ്പാനിങ് ട്രീ നമുക്ക് വരയ്ക്കണം. അപ്പോൾ സ്പാനിങ് ട്രീ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നോക്കുക, ഇവിടെ എ ബി എഫ് ഇ പിന്നെ എ പിന്നെയും വരാം. അപ്പോൾ നോക്കി ഇവിടെ ഒരു സൈക്കിൾ ഉണ്ടാകുന്നുണ്ട്. എ ബി എഫ് ഇ എ എന്ന് പറഞ്ഞൊരു സൈക്കിൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതിനകത്തുനിന്ന് ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്യണം ഈ സൈക്കിൾ കളയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ സ്പാനിങ് ട്രീക്കകത്ത് സൈക്കിൾ ഉണ്ടാവാൻ പാടില്ല. അപ്പം ഈ സൈക്കിൾ കളയാൻ വേണ്ടിയിട്ട് ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു എഡ്ജ് റിമൂവ് ചെയ്യുക. ഒന്നെങ്കിൽ എ ബി റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ എ ഇ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഇ എഫ് റിമൂവ് ചെയ്യുക. ഏത് വേണമെങ്കിലും റിമൂവ് ചെയ്യാം. അപ്പം ഞാനിവിടെ ബി എഫ് എന്ന് പറഞ്ഞ എഡ്ജ് റിമൂവ് ചെയ്തു. നോക്കിയേ, ബി എഫ് എന്ന് പറഞ്ഞ എഡ്ജ് റിമൂവ് ചെയ്തു. അപ്പം നോക്കിയേ, അവിടുത്തെ ആ സൈക്കിൾ അങ്ങ് പോയില്ലേ? ഇവിടെ നേരത്തെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആ എഡ്ജ് റിമൂവ് ചെയ്തപ്പോൾ അവിടുത്തെ ആ സൈക്കിൾ അങ്ങ് പോയി. നെക്സ്റ്റ് വേറെ എവിടെയാണ് സൈക്കിൾ ഉള്ളത്? ഇവിടെ ഒരു സൈക്കിളുണ്ട്, ഇ ജി എന്ന് പറഞ്ഞത്. ഇ ജി എഫ് ഇ കണ്ടോ? ഇയിൽ നിന്ന് തുടങ്ങി പിന്നെ തിരിച്ച് ഇയിലെത്തുന്നു. അതിനാണ് സൈക്കിൾ എന്ന് പറയുക. അപ്പം ഇവിടുത്തെ ഈ സൈക്കിളിനെ മാറ്റുക. കാരണം നമ്മൾക്ക് ട്രീക്കകത്ത് സൈക്കിൾ ഉണ്ടാവില്ല. അപ്പം ഇയിൽ നിന്ന് ജിയിലേക്കുള്ള ഈ എഡ്ജും എടുത്ത് മാറ്റി. ഇയിൽ നിന്ന് ജിയിലേക്കുള്ള ആ എഡ്ജും എടുത്ത് മാറ്റി. എന്നിട്ട് ബാക്കി ജി സി ഡി ബാക്കി ഈ ഗ്രാഫ് ഇതുപോലെ. അപ്പം നമ്മൾ ചെയ്തത് എന്താണ്? രണ്ട് എഡ്ജ് കളഞ്ഞു. ഒന്ന് ബി എഫ് എന്ന് പറഞ്ഞ എഡ്ജും രണ്ട് ഇ ജി എന്ന് പറഞ്ഞ എഡ്ജും. അപ്പം നമുക്ക് കിട്ടിയ ഗ്രാഫാണ് ഇത്. നോക്കിയേ, ഇതിനകത്ത് സൈക്കിളും ഇല്ല, ഇത് കണക്റ്റഡും ആണ്. ഇതിനകത്തുള്ള എല്ലാ വെർട്ടെക്സും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് എ ബി സി ഡി ഇ എഫ് ജി വരെയുള്ള വെർട്ടെക്സുകളുണ്ട്. ഇവിടെ ജി വരെയുള്ള വെർട്ടെക്സ് വന്നിട്ടുമുണ്ട്. അതിനകത്ത് സൈക്കിളൊന്നുമില്ല. അപ്പോൾ അതൊരു സ്പാനിങ് ട്രീ ആണ്. അപ്പോൾ ഒരു ഗ്രാഫിന് ഒന്നിൽ കൂടുതൽ സ്പാനിങ് ട്രീസ് ഉണ്ട്. അപ്പോൾ ഇതൊരു സ്പാനിങ് ട്രീ ആണ്. അപ്പം നമ്മൾ മാറ്റിയത്. ഇനി അടുത്ത സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാം. അടുത്ത സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ ഈ വെർട്ടെക്സ് ആയിരുന്നു മാറ്റിയത്. അപ്പോൾ അതിന് പകരം എ ബി എന്ന് പറഞ്ഞ വെർട്ടെക്സ് മാറ്റുക. എ ബി എന്ന് പറഞ്ഞ വെർട്ടെക്സ് മാറ്റി. അപ്പം എ ബി എന്ന് പറഞ്ഞ വെർട്ടെക്സ് മാറ്റിയപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി. ഇനി ഇ ജി ഈ എഡ്ജും എ ബി എന്ന് പറഞ്ഞ എഡ്ജാണ്. എ ബി എന്ന് പറഞ്ഞ എഡ്ജ് മാറ്റി. നെക്സ്റ്റ് ഇ ജി എന്ന് പറഞ്ഞ എഡ്ജും കൂടെ മാറ്റുക. ഇ ജി, കാരണം എന്താണ്? ഇവിടെ ഒരു സൈക്കിൾ കണ്ടോ? ഇയിൽ നിന്ന് ജിയിൽ വന്ന് പിന്നെ ഇയിലേക്ക് വരാൻ പറ്റും. അങ്ങനെ അതൊരു സൈക്കിളാണ്. ആ സൈക്കിള് നമ്മുടെ ട്രീക്കകത്ത് ഉണ്ടാവാൻ പാടില്ല. അപ്പം ഈ എഫ് എന്ന് പറഞ്ഞ എഡ്ജിനെ ഇവിടുന്ന് റിമൂവ് ചെയ്തു. ബാക്കിയെല്ലാം അതേപോലെ തന്നെ വരച്ചു. അപ്പോൾ ഇവിടെയുള്ള വെർട്ടെക്സുകളെല്ലാം ഇവിടെ ഉണ്ട്. ഇത് കണക്റ്റഡും ആണ്. ഇതിനകത്ത് സൈക്കിൾസും ഇല്ല. അപ്പോൾ ഇതൊരു സ്പാനിങ് ട്രീ ആണ്. ഇനി വേറൊരു സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാം. അതായത് ഇനിയിപ്പം നമ്മൾ ഈ എഡ്ജ് ആദ്യമേ റിമൂവ് ചെയ്തായിരുന്നു. ആദ്യത്തിനകത്ത് ഈ എഡ്ജ് റിമൂവ് ചെയ്തു, രണ്ടാമത്തിനകത്ത് ഈ എഡ്ജ് റിമൂവ് ചെയ്തു. ഇനി ഈ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ അടുത്ത സ്പാനിങ് ട്രീ കിട്ടും. അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഈ ഗ്രാഫിന് നമുക്ക് അങ്ങനെ മാക്സിമം ഒത്തിരി സ്പാനിങ് ട്രീസ് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ, ഡ്രോ ദ സ്പാനിങ് ട്രീസ് ഓഫ് K3 ആൻഡ് K4. K3 എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ഗ്രാഫ്. K4 എന്ന് പറഞ്ഞാലും കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 4 വെർട്ടെക്സസ്. ഇവിടെ K3 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 3 വെർട്ടിസസ്. നെക്സ്റ്റ് ഫസ്റ്റ് ഇപ്പോൾ K3യുടെ സ്പാനിങ് ട്രീ കണ്ടുപിടിക്കുക. ഏതാണ് K3? കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 3 വെർട്ടിസസ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് മോഡ്യൂളിനകത്ത് പഠിച്ചാണ് കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 3 വെർട്ടിസസ്. അതാണ് K3. ഇനി K3യുടെ സ്പാനിങ് ട്രീസ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് നോക്കിയേ, ഇവിടെ ഒരു സൈക്കിളുണ്ട്.
അപ്പോൾ ഇതിനകത്ത് ഈ സൈക്കിള് നമ്മുടെ സ്പാനിങ് ട്രീക്കകത്ത് സൈക്കിൾ പാടില്ല. അതായത് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഈ വെർട്ടെക്സിൽ നിന്ന് തുടങ്ങി ഈ വെർട്ടെക്സിൽ വന്ന് തിരിച്ച് പിന്നെ ഈ വെർട്ടെക്സിൽ വരാൻ പറ്റുന്നുണ്ട്, അതിനെയാണ് സൈക്കിൾ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ സ്പാനിങ് ട്രീക്കകത്ത് സൈക്കിൾ പറ്റില്ല. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു എഡ്ജ് റിമൂവ് ചെയ്യുക, ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു എഡ്ജ് റിമൂവ് ചെയ്യുക. അപ്പോൾ ഈ എഡ്ജ് റിമൂവ് ചെയ്തു. അപ്പോൾ ഈ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും ഫിഗർ, ഇങ്ങനെ കിട്ടും ഫിഗർ. ഈ എഡ്ജ് റിമൂവ് ചെയ്തപ്പോൾ ഫിഗർ എന്ത് കിട്ടി, ഇത് കിട്ടി. ഇപ്പോൾ ഇതൊരു സ്പാനിങ് ട്രീ ആണ്. കാരണം എന്താണ്, ഇതിനകത്ത് 3 വെർട്ടെക്സ് ഉണ്ട്. ആ 3 വെർട്ടെക്സ് ഇതിനകത്തും ഉണ്ട്. ഇതിനകത്തുള്ള ഇത് കണക്റ്റഡുമാണ്, ഇത് അസൈക്ലിക്കുമാണ്. അസൈക്ലിക് എന്ന് പറഞ്ഞാൽ സൈക്കിളൊന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് ഇതൊരു സ്പാനിങ് ട്രീ ആണ്. നെക്സ്റ്റ്, അപ്പം നമ്മൾ ഈ എഡ്ജായിരുന്നു റിമൂവ് ചെയ്തത്. നെക്സ്റ്റ് ഈ താഴത്തെ ഈ എഡ്ജ് റിമൂവ് ചെയ്താലും അത് വേറൊരു സ്പാനിങ് ട്രീ ആയിട്ട് കിട്ടും. നോക്കിയേ, 3 വെർട്ടെക്സ് ഇവിടെയുണ്ട്, 3 വെർട്ടെക്സും ഉണ്ട്. വെർട്ടെക്സ് ആണ് നോക്കേണ്ടത്. ഈ ഗ്രാഫിനകത്തുള്ള എല്ലാ വെർട്ടെക്സും ഈ ഗ്രാഫിനകത്ത് കാണണം, വെർട്ടെക്സ് ആണ് നോക്കേണ്ടത്. അപ്പോൾ 3 വെർട്ടെക്സ് ഇവിടെ ഉണ്ട്. ഇവിടെ ഇത് സൈക്കിളും അല്ല, ഇത് കണക്റ്റഡുമാണ്. ഇത് കണക്റ്റഡ് ഗ്രാഫുമാണ്, ഇതിനകത്ത് സൈക്കിളും ഇല്ല. അതുകൊണ്ട് ഇതൊരു സ്പാനിങ് ട്രീ ആണ്. അപ്പം ഇത് സ്പാനിങ് ട്രീ ആണ്, ഇതൊരു സ്പാനിങ് ട്രീ ആണ്. നെക്സ്റ്റ് ഈ എഡ്ജ് റിമൂവ് ചെയ്യുക. ഈ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗറും ഇതും ഒരു സ്പാനിങ് ട്രീ ആണ്. അപ്പോൾ K4ൻ്റെ സ്പാനിങ് ട്രീസ് കണ്ടുപിടിക്കുക. ഇതാണ് K4 എന്ന് പറഞ്ഞ ഗ്രാഫ്. K4 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 4 വെർട്ടീസസ്. കംപ്ലീറ്റ് ഗ്രാഫ് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിനകത്ത് പഠിച്ചതാണ്. അപ്പോൾ K4 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 4 വെർട്ടീസസ് ആണ്. അപ്പം K4ൻ്റെ സ്പാനിങ് ട്രീസ് കണ്ടുപിടിക്കുക. അതായത് നോക്കി, ഇവിടെ ഒരു സൈക്കിളുണ്ട്, ABDCA. അതായത് എയിൽ തുടങ്ങി പിന്നെയും കറങ്ങി തിരിച്ച് എയിൽ തന്നെ വരാൻ പറ്റുന്നുണ്ട്. അതൊരു സൈക്കിളാണ്. അപ്പം നമ്മുടെ സ്പാനിങ് ട്രീക്കകത്ത് സൈക്കിൾ പറ്റില്ല. അതുകൊണ്ട് AB എന്ന് പറഞ്ഞ എഡ്ജ് റിമൂവ് ചെയ്തു. AB എന്ന് പറഞ്ഞ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും ഫിഗർ, ഈ AB എന്ന് പറഞ്ഞ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ കിട്ടിയ ഫിഗറാണ് ഇത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ പിന്നെ ഒരു സൈക്കിളുണ്ടല്ലോ, ADCA. പിന്നെ A വരാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതൊരു സൈക്കിളാണ്. അല്ലെങ്കിൽ എന്താ, CBDCA. ഇതൊരു സൈക്കിളല്ലേ, സിയിൽ തുടങ്ങി ബിയിൽ വന്ന് അവിടുന്ന് ഡിയിൽ വന്ന് പിന്നെ സിയിൽ വരാൻ പറ്റുന്നു, അതൊരു സൈക്കിളാണ്. അതുകൊണ്ട് BD എന്ന് പറഞ്ഞ എഡ്ജും കൂടെ റിമൂവ് ചെയ്തു. അപ്പം ഈ ഫിഗറിനകത്തുനിന്ന് BD എന്ന് പറഞ്ഞ എഡ്ജും കൂടെ റിമൂവ് ചെയ്ത് കിട്ടിയ ഫിഗറാണ് ഇത്. അപ്പോൾ ഇതൊരു സ്പാനിങ് ട്രീ അല്ല. കാരണം എന്താ, ഇവിടെ ഒരു സൈക്കിളുണ്ട്. ഇത് സ്പാനിങ് ട്രീ ആണോ? അല്ല. കാരണം എന്താണ്, ഇവിടെ ഒരു സൈക്കിളുണ്ട്, A C D തിരിച്ച് എയിൽ പിന്നെയും വരാൻ പറ്റുന്നു. നോക്കി, A C D A തിരിച്ച് എയിൽ പിന്നെയും വരാൻ പറ്റുന്നു. അപ്പോൾ ഇവിടെ ഒരു സൈക്കിളുണ്ട്. അപ്പം ഇവിടുന്ന് ഒരു എഡ്ജ് റിമൂവ് ചെയ്യുക. AD എന്ന് പറഞ്ഞ എഡ്ജ് റിമൂവ് ചെയ്തു. AD എന്ന് പറഞ്ഞ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും ഫിഗർ, ഇങ്ങനെ വരും ഫിഗർ. AD എന്ന് പറഞ്ഞ എഡ്ജ് ഇവിടെ ഈ ഫിഗറിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും എഡ്ജ്, അല്ല ഇങ്ങനെ വരും ഫിഗർ, ഗ്രാഫ് ഇങ്ങനെ വരും. അപ്പോൾ നോക്കിയേ, നമ്മുടെ ഗ്രാഫിനകത്ത്, നമ്മുടെ G എന്ന് പറഞ്ഞ ഗ്രാഫിനകത്ത് എത്ര വെർട്ടെക്സ് ഉണ്ടായിരുന്നു? A B C D എന്ന് പറഞ്ഞ 4 വെർട്ടെക്സ് ഉണ്ടായിരുന്നു. നോക്കുക, ഇവിടെ ഒരു സൈക്കിളും ഇല്ല. സൈക്കിൾ അതായത് എയിൽ തുടങ്ങി തിരിച്ച് കറങ്ങി എയിൽ വരാൻ പറ്റത്തില്ല, അല്ലെ സിയിൽ തുടങ്ങി തിരിച്ച് കറങ്ങി സിയിൽ വരാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒരു സൈക്കിളില്ല. ഓൾസോ ഇത് കണക്റ്റഡുമാണ്, ആ ഗ്രാഫ് കണക്റ്റഡുമാണ്. അപ്പോൾ ഇതൊരു സ്പാനിങ് ട്രീ ആണ്. നെക്സ്റ്റ്, ഇത് വേറൊരു സ്പാനിങ് ട്രീ ആണ്. ഇങ്ങനെ നമുക്ക് എഡ്ജ് ഇപ്പം ഡിലീറ്റ് ചെയ്ത് എഡ്ജ് അവിടെ നിർത്തിയിട്ട് വേറെ എഡ്ജ് മാറ്റുക, വേറെ എഡ്ജസ് റിമൂവ് ചെയ്യുക. അപ്പം നമുക്ക് വേറെ പല ഫിഗേഴ്സ് കിട്ടും. K4ൻ്റെ സ്പാനിങ് ട്രീസ് ആണ് ഇതൊക്കെ. നെക്സ്റ്റ്, ഇപ്പം നമ്മൾ ഈ എഡ്ജാണ് ഇപ്പോൾ റിമൂവ് ചെയ്തതെങ്കിൽ തിരിച്ച് ഈ എഡ്ജ് റിമൂവ് ചെയ്യുക, ഈ എഡ്ജ് റിമൂവ് ചെയ്യുക. അങ്ങനെ 3 എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ വേറൊരു സ്പാനിങ് ട്രീ കിട്ടും. അങ്ങനെ വരുന്ന K4ൻ്റെ സ്പാനിങ് ട്രീസ് ആണ് ഇതൊക്കെ. ഇത് കൂടുതൽ സ്പാനിങ് ട്രീസ് ഉണ്ട് K4നകത്ത്. എക്സാമിന് വരുമ്പോൾ K4ൻ്റെ സ്പാനിങ് ട്രീസ് വരയ്ക്കാൻ പറഞ്ഞാൽ ഒത്തിരി എല്ലാ സ്പാനിങ് ട്രീസും ചോദിക്കില്ല, ഒരു 3-4 ട്രീസ് വരയ്ക്കുക, സ്പാനിങ് ട്രീസ് വരയ്ക്കുക. അല്ലെ ഒരെണ്ണം വരയ്ക്കാൻ പറഞ്ഞാൽ ഒരെണ്ണം വരച്ചാൽ മതി. സ്പാനിങ് ട്രീസ് ഓഫ് K4. നെക്സ്റ്റ്, ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. ഇമ്പോർട്ടൻ്റ് ആണ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. അതായത് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് സ്പാനിങ് ട്രീ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഡെപ്ത് ഫസ്റ്റ് സെർച്ച് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് സ്പാനിങ് ട്രീ കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അപ്പം നമുക്കിവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ സ്പാനിങ് ട്രീ യൂസിങ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. ഫൈൻഡ് ദ സ്പാനിങ് ട്രീ യൂസിങ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. അപ്പോൾ എക്സാമ്പിൾ വഴി ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്താണെന്ന് പറയാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇഷ്ടമുള്ള ഒരു വെർട്ടെക്സ് നമ്മൾ തിരഞ്ഞെടുക്കുക. ഇഷ്ടമുള്ള ഏത് വെർട്ടെക്സ് വേണമെങ്കിലും എടുക്കാം. ഇതിനകത്ത് ഒരു വെർട്ടെക്സ് തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ F എന്ന് പറഞ്ഞ ഈ വെർട്ടെക്സ് ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു വെർട്ടെക്സ് തിരഞ്ഞെടുക്കുക. F എന്ന് പറഞ്ഞ ഒരു വെർട്ടെക്സ് തിരഞ്ഞെടുത്തു. നെക്സ്റ്റ്, അടുത്ത് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ F ആയിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സുകൾ നോക്കുക. F ആയിട്ട് ഏതൊക്കെ അഡ്ജസൻ്റ് ആണ്?
എച്ച് അഡ്ജസൻ്റ് ആണ്, എഫുമായിട്ട് ജി അഡ്ജസൻ്റ് ആണ്. അപ്പോൾ അതിലും ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു വെർട്ടെക്സ് എടുക്കുക. അപ്പം എഫ് എച്ച് വേണേലും എടുക്കാം, ജി വേണേലും എടുക്കാം. കാരണം എന്താ, എഫുമായിട്ട് എച്ച് അഡ്ജസൻ്റ് ആണ്, ജി അഡ്ജസൻ്റ് ആണ്, അത് ഇവിടെ ഡി യു അഡ്ജസൻ്റ് ആണ്, ഇയും അഡ്ജസൻ്റ് ആണ്. എഫുമായിട്ട് അടുത്ത് കിടക്കുന്ന, എഫിൻ്റെ അടുത്ത് കിടക്കുന്ന ഏത് വെർട്ടെക്സ് വേണേലും എടുക്കാം. ഇ എടുക്കാം, ഡി എടുക്കാം, എച്ച് എടുക്കാം, ജി എടുക്കാം. ഞാനിവിടെ ജി എടുത്തു, എഫിൽ നിന്ന് ജിയിലേക്ക് വന്നു. ഇനി ജിയുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് ഏത് മാത്രമേ ഉള്ളൂ, എച്ച് മാത്രമേ ഉള്ളൂ. എഫ് നമ്മൾ ഓൾറെഡി എടുത്തു, അപ്പോൾ എഫിൽ നിന്ന് ജി എടുത്തു, ജിയിൽ നിന്ന് എച്ച് എടുത്തു. അതാണ് എഫ് ജി എച്ച്, എഫ് ജി എച്ച്. ഇനി എച്ചുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ഏതൊക്കെ വെർട്ടെക്സ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ കെയും ഉണ്ട്, ഐയും ഉണ്ട്. കെ എന്ന് പറഞ്ഞൊരു വെർട്ടെക്സും ഉണ്ട്, ഐ എന്ന് പറഞ്ഞ വെർട്ടെക്സും ഉണ്ട്. ഏതെങ്കിലും ഇഷ്ടമുള്ള വെർട്ടെക്സ് എടുക്കുക. ഐ എടുത്താലും കുഴപ്പമില്ല, കെ എടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ കെ എന്ന് പറഞ്ഞ് വെർട്ടെക്സ് എടുത്തു. എച്ചിൽ നിന്ന് കെയിലേക്ക് പോയി, എച്ചിൽ നിന്ന് കെയിലേക്ക് പോയി. നെക്സ്റ്റ് കെയുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഏത് മാത്രമേ ഉള്ളൂ, ജെ മാത്രമേ ഉള്ളൂ. കാരണം ഓൾറെഡി എച്ച് നമ്മൾ എടുത്തതാണ്, എച്ച് എടുത്തതാണ്. ഇനി കെയുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഏത് മാത്രമേ ഉള്ളൂ, ജെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജെ എടുത്തു. അപ്പം ഈ ഷേപ്പിൽ ഫിഗർ വരയ്ക്കണമെന്നില്ല, ഫിഗർ ഏത് ഷേപ്പിൽ വേണേലും വരയ്ക്കാം. നേരെ ഇപ്പുറത്തേക്ക് നേരെ വേണേൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഈ ഫിഗറിൻ്റെ ഷേപ്പിൽ തന്നെ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കണമെന്നില്ല കേട്ടോ. എഫ് ജി എച്ച് കെ ജെ, എഫ് ജി എച്ച് കെ ജെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്കിടെ വെർട്ടെക്സ് തീർന്നു പോയി. ഇനി വേറൊരു വെർട്ടെക്സ്, മുമ്പോട്ട് വേറൊരു വെർട്ടെക്സ് ഇല്ല. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ജെ വരെ വരച്ചു. നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജെയിൽ ഇവിടെ തീർന്നു പോയതുകൊണ്ട് ഇതുമായിട്ട് വേറൊരു വെർട്ടെക്സ് ഇപ്പുറത്തേക്കില്ല. അപ്പോൾ തീർന്നു പോയതുകൊണ്ട് തിരിച്ചു വരിക, ജെയിൽ നിന്ന് കെയിലേക്ക് വരിക, ബാക്ക് ട്രാക്ക് ചെയ്യുക എന്ന് പറയും. ബാക്ക് ട്രാക്ക്, തിരിച്ച് നമ്മൾ വന്ന വഴിയെ തിരിച്ചു വരുന്നു. അപ്പം കെ തിരിച്ച് കെയിലേക്ക് വന്നു. കെയുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഏതൊക്കെ വെർട്ടെക്സ് ഉള്ളൂ, ജെയും എച്ചും. അപ്പം ജെയും എച്ചും നമ്മൾ എടുത്തതാണ്, ജെയും എച്ചും ഓൾറെഡി നമ്മൾ എടുത്തതാണ്. അതുകൊണ്ട് തിരിച്ച് കെയിൽ നിന്നും തിരിച്ച് ബാക്ക് ട്രാക്ക് ചെയ്യുക. ബാക്ക് ട്രാക്ക് ചെയ്ത് എവിടെ വരണം, എച്ച് വരണം. എച്ചിൽ വന്നു. എച്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ ഏതൊക്കെയാണ്, എച്ചുമായിട്ട് വേറെ ഏതൊക്കെയാണ് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ളത്, ജി ഉണ്ട്, ഐ ഉണ്ട്. അപ്പോൾ എച്ചുമായിട്ട് ജി നമ്മൾ ഓൾറെഡി എടുത്തു. അപ്പോൾ എച്ചുമായിട്ടുള്ള ഐ എടുക്കുക, ഐ എന്ന് പറഞ്ഞ വെർട്ടെക്സ് എടുക്കുക. എച്ചുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഐ എന്ന് പറഞ്ഞ വെർട്ടെക്സ് എടുക്കുക. എച്ചുമായിട്ട് ജിയും അഡ്ജസ്റ്റൻ്റ് ആണ്, ഐയും അഡ്ജസ്റ്റൻ്റ് ആണ്. പക്ഷേ ഓൾറെഡി നമ്മൾ ജി എന്ന് പറഞ്ഞൊരു വെർട്ടെക്സ് എടുത്തിരുന്നു. അതുകൊണ്ട് ഐ എന്ന് പറഞ്ഞ വെർട്ടെക്സ് എടുക്കുക. അതാണ് എച്ചിൽ നിന്ന് ഐ വരച്ചിരിക്കുന്നു, എച്ചിൽ നിന്ന് ഐ വരച്ചിരിക്കുന്നു. ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്നില്ല ഗ്രാഫ്, ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഗ്രാഫ് വരയ്ക്കാം. എച്ചിൽ നിന്ന് ഐ വരയ്ക്കുന്നു. ഈ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മാത്രം മതി. എച്ചിൽ നിന്ന് ഐ വരച്ചു. നെക്സ്റ്റ് ഇനി ബാക്ക് ട്രാക്ക് ചെയ്യുക. എച്ച് കഴിഞ്ഞാൽ പിന്നെ ഏതായിരുന്നു, എച്ച് കഴിഞ്ഞ് എവിടെയാണ് വരേണ്ടത്, ജിയിലേക്ക്. എച്ചിൽ നിന്നാണ് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്ത് എച്ച് വരെ വന്നിരുന്നു. എച്ചിൽ നിന്ന് ഐ വരച്ചു. ഇനി എച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ട്രാക്ക് ചെയ്ത് ജിയിൽ പോകണം. ജിയിൽ പോയി. ഇപ്പോൾ ജിയിൽ പോയാൽ ജിയുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഏതൊക്കെയാണ്, എഫ് ഉണ്ട്, എച്ച് ഉണ്ട്. പക്ഷേ എഫും എച്ചും നമ്മൾ ഓൾറെഡി എടുത്തതാണ്. അപ്പോൾ ജിയിൽ നിന്ന് പിന്നെ ബാക്ക് ട്രാക്ക് ചെയ്ത് പുറകോട്ട് പോയി എഫ് എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ എത്തിച്ചേർന്നു. എഫ് എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ എത്തിച്ചേർന്നു. അപ്പോൾ എഫുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഏതൊക്കെയുണ്ട്, എച്ച് ഉണ്ട്, ജി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ എച്ചും ജിയും നേരത്തെ എടുത്തതാണ്, എച്ചും ജിയും നേരത്തെ എടുത്തതാണ്. അതുകൊണ്ട് ഏതെടുക്കുന്നു, അതുകൊണ്ട് ഡി എടുക്കുന്നു. ഡിയോ ഇയോ എടുക്കാം, ഇഷ്ടമുള്ളത് എടുക്കാം. ഒന്നെങ്കിൽ ഡി എടുക്കാം, അല്ലെങ്കിൽ ഇ എടുക്കാം. എഫുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഇത് രണ്ടുമാണ്. ഇത് രണ്ടും ഓൾറെഡി നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് എടുക്കാത്തത്. ഇനി ഡിയും ഇയും ആണ് എടുക്കാത്തത്. അപ്പോൾ ഒന്നെങ്കിൽ ഡി എടുക്കുക, അല്ലെങ്കിൽ ഇ എടുക്കുക. ഇവിടെ ഞാൻ ഡി എടുത്തു. അപ്പം എഫിൽ നിന്ന് ഡി, അതാണ് ഇവിടെയായിരുന്നു ഫിഗർ കംപ്ലീറ്റ് ആയിരുന്നത്. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എഫിൽ നിന്ന് ഡിയിലേക്ക് വന്നു. നെക്സ്റ്റ് ഡിയിൽ നിന്ന് ഇനി ഡിയുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള നോക്കുക. ഡിയുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഏതേ ഉള്ളൂ, ഇയേ ഉള്ളൂ. അപ്പോൾ ഡിയിൽ നിന്ന് ഇയിലേക്ക് വന്നു. ഇനി ഇയുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഏതാ, ഇയുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് സി ഉണ്ട്, അല്ലേ, സി ഉണ്ട്. തിരിച്ചിവിടെ എഫും ഉണ്ട് ഇ ആയിട്ട് അഡ്ജസ്റ്റൻ്റ്, പക്ഷേ എഫ് ഓൾറെഡി നേരത്തെ എടുത്താണ്. അപ്പോൾ ഇയിൽ നിന്ന് സിയിലേക്ക് വരച്ചു. ഇനി സിയുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഏതാണ്, സിയുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ബി ആണ്. അപ്പോൾ സിയുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ബിയും ഉണ്ട്, സിയുമായിട്ട് അഡ്ജസ്റ്റൻ്റ് എയും ഉണ്ട്. അപ്പോൾ സിയുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ഒന്നെങ്കിൽ എ എടുക്കുക, അല്ലെങ്കിൽ ബി എടുക്കുക. അപ്പോൾ ഞാനിവിടെ എ എടുത്തു. അപ്പോൾ സിയുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള എ എടുത്തു. അപ്പം എയിൽ വന്ന് നിന്നപ്പോൾ അവിടെ കഴിഞ്ഞു, വെർട്ടെക്സുകൾ കഴിഞ്ഞു. അപ്പം ഇനി തിരിച്ച് ബാക്ക് ട്രാക്ക് ചെയ്യുക. എയിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ബാക്ക് ട്രാക്ക്, സിയിലേക്ക് ബാക്ക് ട്രാക്ക് ചെയ്തു. സിയിലേക്ക് ബാക്ക് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സുകൾ നോക്കുക. അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സിന് ഏത് മാത്രമേ ഉള്ളൂ, ബി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സിയിൽ നിന്ന് ബി വരച്ചു. സിയിൽ നിന്ന് ലാസ്റ്റ് സ്റ്റെപ്പിൽ ബി വരച്ചു. സിയിൽ നിന്ന് എയും സിയിൽ നിന്ന് ബിയും വരച്ചു. നോക്കുക. എന്നിട്ട് നമ്മൾ ഫൈനലായിട്ട് നോക്കുക, ഇവിടെ ഈ ഗ്രാഫിലുള്ള എല്ലാ വെർട്ടെക്സും നമ്മുടെ ലാസ്റ്റ് ഗ്രാഫിൽ വന്നിട്ടുണ്ടോ നോക്കുക. ഗ്രാഫിലുള്ള എല്ലാ വെർട്ടെക്സും ലാസ്റ്റ് ഗ്രാഫിൽ വന്നിട്ടുണ്ടോ നോക്കുക. ലാസ്റ്റ് ഗ്രാഫിൽ എല്ലാ വെർട്ടെക്സും വന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ സ്പാനിങ് ട്രീ. ഇതാണ് ഈ ഗ്രാഫ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് വെച്ച് കണ്ടുപിടിച്ച സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ ഡെപ്ത് ഫസ്റ്റ് സെർച്ചിൻ്റെ മെത്തേഡാണ് പറയുക.
ആർബിട്രറിലി ചൂസ് എ വെർട്ടെക്സ് ഓഫ് ദി ഗ്രാഫ് അസ് ദി റൂട്ട്. ഏതെങ്കിലും ആർബിട്രറി ആയിട്ട് ഏത് വെർട്ടെക്സ് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള വെർട്ടെക്സ് എടുക്കുക. അപ്പോൾ കണ്ട എക്സാമ്പിളിനകത്ത് നമ്മൾ എഫ് എന്ന് പറഞ്ഞ വെർട്ടെക്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വെർട്ടെക്സ് ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുക. ഫോം എ പാത്ത് സ്റ്റാർട്ടിംഗ് അറ്റ് ദി വെർട്ടെക്സ് ബൈ സക്സസീവ്ലി ആഡിങ് വെർട്ടീസസ് ആൻഡ് എഡ്ജസ് where each new edge is incident with the last vertex in the path and vertex is not already in the path. അതായത് ഇപ്പോൾ നമ്മൾ എഫ് എന്ന് പറഞ്ഞ വെർട്ടെക്സ് എടുത്താൽ അതുമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സുകൾ ആഡ് ചെയ്ത് പോവുക. എടുത്ത വെർട്ടെക്സ് പിന്നെയും എടുക്കരുത്. അതാണ് ഈ സെൻറ്റൻസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഫ് എന്ന് പറഞ്ഞ വെർട്ടെക്സ് ഫസ്റ്റ് ചൂസ് ചെയ്താൽ എഫുമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സുകൾ ആഡ് ചെയ്ത് പോവുക. ഗ്രാഫിലേക്ക് ആഡ് ചെയ്ത് പോവുക. ഒരു തവണ എടുത്ത വെർട്ടെക്സ് വീണ്ടും എടുക്കരുത്. The tree consists of this path is called a spanning tree. However, if the path does not go through all vertices, more vertices and edges must be added. Move back to the next to last vertex in the path and if possible form a new path starting at this vertex passing through the vertex that were not already visited. അതായത് ഇപ്പം നമ്മൾ സ്പാനിങ് ട്രീ എല്ലാ വെർട്ടെക്സിലും ആയിട്ടില്ല, എല്ലാ വെർട്ടെക്സിലും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, എല്ലാ വെർട്ടെക്സും നമ്മുടെ ഗ്രാഫിൽ വന്നിട്ടില്ലെങ്കിൽ തിരിച്ച് ബാക്ക് ട്രാക്ക് ചെയ്യുക. അതായത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ഗ്രാഫിൽ കണ്ടതുപോലെ തന്നെ ബാക്ക് ട്രാക്ക് ചെയ്യുക. ലാസ്റ്റ് വെർട്ടെക്സിൽ നിന്ന് പുറകിലേക്ക് വരിക. ലാസ്റ്റ് വെർട്ടെക്സിൻ്റെ തൊട്ട് അടുത്തുള്ള വെർട്ടെക്സ് വിസിറ്റ് ചെയ്യുക. അതിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സുകൾ ആഡ് ചെയ്യുക. അതുമായിട്ട് ഒരു വെർട്ടെക്സും അഡ്ജസൻ്റ് അല്ലെങ്കിൽ തൊട്ട് പുറകിലേക്ക് പോവുക. ആ വെർട്ടെക്സ് വിസിറ്റ് ചെയ്യുക. അതുമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സുകൾ ആഡ് ചെയ്യുക. വെർട്ടെക്സ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സൈക്കിൾ ഉണ്ടാവരുത്. ഗ്രാഫിനകത്ത് ഒരു സൈക്കിൾ ഉണ്ടാവരുത്. കാരണം ട്രീ എന്ന് പറഞ്ഞാൽ സൈക്കിൾ ഇല്ലാത്ത ഗ്രാഫിനെയാണ് ട്രീ എന്ന് പറയുക. കണക്റ്റഡും സൈക്കിളും ഇല്ലാത്ത ഗ്രാഫിനെയാണ് ട്രീ എന്ന് പറയുക. അപ്പോൾ എന്താണ്, ഇപ്പം നമ്മൾ എഫിൽ സ്റ്റാർട്ട് ചെയ്ത് ഗ്രാഫ് ഇങ്ങനെ വന്ന് ലാസ്റ്റ് വേറൊരു വെർട്ടെക്സും ഇല്ല. അപ്പോൾ വേറൊരു വെർട്ടെക്സും ഇല്ലെങ്കിൽ തിരിച്ച് ബാക്ക് ട്രാക്ക് ചെയ്യുക, പുറകിലേക്ക് വരിക. ആ ലാസ്റ്റ് വെർട്ടെക്സിൻ്റെ തൊട്ട് പുറകിലുള്ള വെർട്ടെക്സ് വിസിറ്റ് ചെയ്യുക. അതുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഏതെങ്കിലും വെർട്ടെക്സ് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ പിന്നെയും പുറകോട്ട് വരിക. അങ്ങനെ ബാക്ക് ട്രാക്ക് ചെയ്ത് ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സും നമ്മുടെ സ്പാനിങ് ട്രീക്കകത്ത് വരുന്നിടം വരെ ചെയ്യുക. Repeat this procedure beginning at the last vertex visited. Move back up with the path on one vertex at a time, forming new path that are as long as possible until no more edges can be added. അതായത് ഇനി ഒരു എഡ്ജസ് ആഡ് ചെയ്താൽ അത് സൈക്കിളായി പോകും. അങ്ങനെ അവിടം വരെ ചെയ്യുക. അതായത് ലാസ്റ്റ് എല്ലാ വെർട്ടെക്സും ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഒരു എഡ്ജും കൂടെ വെച്ചാൽ അത് ഒരു സൈക്കിളായി പോകും. സ്പാനിങ് ട്രീ മാറി ഒരു സൈക്കിളായി പോകും. അങ്ങനെയുള്ള കണ്ടീഷൻ വരെ ആഡ് ചെയ്യുക. അതായത് ലാസ്റ്റ് ഗ്രാഫിലുള്ള എല്ലാ വെർട്ടെക്സും നമ്മുടെ സ്പാനിങ് ട്രീക്കകത്തും കാണണം. ഇതാണ് ഇതിൻ്റെ ഡെപ്ത് ഫസ്റ്റ് സെർച്ചിൻ്റെ മെത്തേഡ്. അതായത് ആർബിട്രറി ആയിട്ട് ഒരു വെർട്ടെക്സ് നമ്മൾ ചൂസ് ചെയ്യുക. ആ വെർട്ടെക്സിൽ നിന്ന് തുടങ്ങി അതുമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സുകളിലേക്ക് വരയ്ക്കുക. അങ്ങനെ ആ വെർട്ടെക്സ് വരച്ച് ലാസ്റ്റ് എത്തിക്കഴിയുമ്പോഴത്തേനും തിരിച്ചു ബാക്ക് ട്രാക്ക് ചെയ്യുക. അതായത് പുറകിൽ നിന്ന് അത് ലാസ്റ്റ് വെർട്ടെക്സിൻ്റെ തൊട്ടടുത്തുള്ള വെർട്ടെക്സ് എടുക്കുക. ആ വെർട്ടെക്സുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സുകൾ നോക്കുക. ഇങ്ങനെ ബാക്ക് ട്രാക്ക് ചെയ്ത് നമ്മുടെ ഗ്രാഫിനകത്തുള്ള എല്ലാ വെർട്ടെക്സും നമ്മുടെ സ്പാനിങ് ട്രീക്കകത്തും കാണണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്പാനിങ് ട്രീ യൂസിങ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് അൽഗോരിതം. ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ഉപയോഗിച്ച് സ്പാനിങ് ട്രീ കണ്ടുപിടിക്കുക. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. നോക്കുക, ഇതിനകത്ത് ഒത്തിരി സൈക്കിൾസ് ഉണ്ട്. അപ്പം നമുക്ക് സ്പാനിങ് ട്രീ കണ്ടുപിടിക്കണം. നോക്കുക, ABCD തൊട്ട് J വരെയുള്ള വെർട്ടെക്സുകളുണ്ട്. അപ്പം ഇതിനകത്ത് ഇഷ്ടമുള്ള ഒരു വെർട്ടെക്സ് ചൂസ് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള ഒരു വെർട്ടെക്സ് യൂസ് ചെയ്യാം. A B C ഏത് വെർട്ടെക്സ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ D എന്ന് പറഞ്ഞ വെർട്ടെക്സ് ചൂസ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിയുമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കണം. ഡിയുമായിട്ട് ഏതൊക്കെ അഡ്ജസൻ്റ് ആണ്? ഡിയുമായിട്ട് E അഡ്ജസൻ്റ് ആണ്, F അഡ്ജസൻ്റ് ആണ്, C അഡ്ജസൻ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിയിൽ നിന്ന് എഡ്ജസ് ഉള്ളത്. ഡിയിൽ നിന്ന് ഇയിലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, ഡിയിൽ നിന്ന് എഫിലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, ഡിയിൽ നിന്ന് സിയിലേക്ക് ഒരു എഡ്ജ് ഉണ്ട്. അപ്പം നമുക്ക് E ചൂസ് ചെയ്താലും കുഴപ്പമില്ല, F ചൂസ് ചെയ്താലും കുഴപ്പമില്ല, C ചൂസ് ചെയ്താലും കുഴപ്പമില്ല. ഞാനിവിടെ E എന്ന് പറഞ്ഞ വെർട്ടെക്സ് ചൂസ് ചെയ്തു. F ചൂസ് ചെയ്താലും ആൻസർ ശരി തന്നെയാണ്. C എന്ന് പറഞ്ഞ ചൂസ് ചെയ്താലും ആൻസർ ശരിയാണ്. ഓക്കെ, അപ്പോൾ E എന്ന് പറഞ്ഞ
വെർട്ടെക്സ് ചൂസ് ചെയ്തു, ഇ എന്ന് പറഞ്ഞ വെർട്ടെക്സ് ചൂസ് ചെയ്തു. നെക്സ്റ്റ് ഇ ആയിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഏതൊക്കെയാണെന്ന് നോക്കുക. ഇ ആയിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് എച്ച് ഉണ്ട്, എഫ് ഉണ്ട്, എച്ച് ഉണ്ട്, എഫ് ഉണ്ട്. ഞാൻ എച്ച് എന്ന് പറഞ്ഞ വെർട്ടെക്സ് ചൂസ് ചെയ്തു, ഇയിൽ നിന്ന് എച്ച് ചൂസ് ചെയ്തു. ഇനി എച്ചിൽ നിന്ന് ഞാൻ എച്ചുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ജി ഉണ്ട്, ഐ ഉണ്ട്. അപ്പോൾ എച്ചിൽ നിന്ന് ഞാൻ ജി ചൂസ് ചെയ്തു, എച്ചിൽ നിന്ന് ജി ചൂസ് ചെയ്തു. നെക്സ്റ്റ് ജി യു ആയിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് എഫ് ഉണ്ട്, ജെ ഉണ്ട്. അപ്പം ജിയിൽ നിന്ന് ഞാൻ ജെ ചൂസ് ചെയ്തു, ജിയിൽ നിന്ന് ജെ ചൂസ് ചെയ്തു. അപ്പോൾ ഏതൊക്കെ കിട്ടി? ഡി, ഇ, എച്ച്, ജി, ജെ. നെക്സ്റ്റ് അപ്പോൾ ജെയിൽ വന്നപ്പോൾ വെർട്ടെക്സ് തീർന്നു. ഇനി എന്ത് ചെയ്യണം? വെർട്ടെക്സ് തീർന്നു കഴിഞ്ഞാൽ തിരിച്ച് ബാക്ക് ട്രാക്ക് ചെയ്യുക. കാരണം ഈ ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സും വന്നിട്ടില്ല, എയും ബിയും സിയും ഒക്കെ ഈ ഗ്രാഫിൽ വരാനുണ്ട്. അപ്പോൾ തിരിച്ച് ബാക്ക് ട്രാക്ക് ചെയ്യുക. എല്ലാ വെർട്ടെക്സും വരുന്നിടം വരെ നമ്മൾ ചെയ്യണം. അപ്പോൾ തിരിച്ച് ജെയിൽ നിന്ന് തിരിച്ച് ജിയിൽ വന്നു, ജിയിലേക്ക് ബാക്ക് ട്രാക്ക് ചെയ്തു. ജിയിലേക്ക് ബാക്ക് ട്രാക്ക് ചെയ്തപ്പോൾ എന്താണ്? ജിയുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഏതൊക്കെയുള്ളത്? ജെ ഉണ്ട്, എച്ച് ഉണ്ട്, എഫ് ഉണ്ട്. പക്ഷേ എന്താ? എച്ചും എഫും നേരത്തെ എടുത്തിരുന്നു, എച്ചും എഫും നേരത്തെ എടുത്തിരുന്നു. സോറി, എച്ചും ജെയും നേരത്തെ എടുത്തിരുന്നു, എച്ചും ജെയും നേരത്തെ എടുത്തിരുന്നു. ഇനി എടുക്കാനുള്ളത് ഏതാ? എഫ് ആണ്. അപ്പോൾ ജിയിൽ നിന്ന് എഫ് വരച്ചു, ജിയിൽ നിന്ന് എഫ് വരച്ചു. നെക്സ്റ്റ് ഇനി ജി കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ട്രാക്ക് ചെയ്യുക. ഇതായിരുന്നു നമ്മുടെ പാത്ത്. ജി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ബാക്ക് ട്രാക്ക് എങ്ങോട്ട് പോകണം? എച്ചിലേക്ക് പോകണം. എച്ചിലേക്ക് വന്നു. എച്ചുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇ ഉണ്ട്, ഐ ഉണ്ട്, ജി ഉണ്ട്. പക്ഷേ ഇയും ജിയും നമ്മൾ നേരത്തെ എടുത്തിരുന്നു, ഇയും ജിയും നേരത്തെ എടുത്തിരുന്നു. എടുക്കാത്ത ഒരു വെർട്ടെക്സ് ഏതാണ്? ഐ. അപ്പോൾ എച്ചിൽ നിന്ന് ഐ വരച്ചു, എച്ചിൽ നിന്ന് ഐ വരച്ചു. അപ്പോൾ സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ആയി. സ്റ്റെപ്പ് 2 അല്ല, ഇവത്തെ തന്നെ ഗ്രാഫ് കൂട്ടി ഇവിടെ തന്നെ കംപ്ലീറ്റ് ആക്കിയാലും മതി. ഈ സ്റ്റെപ്പ് തന്നെ ഇങ്ങനെ ഫോളോ ചെയ്യണമെന്നില്ല. എളുപ്പത്തിന് മനസ്സിലാകാൻ വേണ്ടി സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന് ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. അടുത്ത ബാക്ക് ട്രാക്ക് ചെയ്ത് വേണേൽ ഇവിടെ തന്നെ കൂട്ടി വരയ്ക്കാം. നെക്സ്റ്റ് നമ്മൾ എച്ച് വരെ ആയിരുന്നു ബാക്ക് ട്രാക്ക് ചെയ്തെത്തിയത്. ആദ്യമേ ജെയിൽ നിന്ന് ജിയിൽ വന്നു, ജിയിൽ നിന്ന് എഫ് വരച്ചു. നെക്സ്റ്റ് ബാക്ക് ട്രാക്ക് ചെയ്ത് എച്ചിൽ പോയി, എച്ചിൽ നിന്ന് ഐ വരച്ചു. തിരിച്ച് ബാക്ക് ട്രാക്ക് ചെയ്ത് ഇയിൽ പോവുക. ബാക്ക് ട്രാക്ക് ചെയ്ത് ഇയിൽ പോയി. അപ്പോൾ ഇയുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഏതൊക്കെയാണ് വെർട്ടെക്സുകളുള്ളത്? എച്ച് ഉണ്ട്, എഫ് ഉണ്ട്, ഡി ഉണ്ട്. എച്ച് ഉണ്ട്, എഫ് ഉണ്ട്, ഡി ഉണ്ട്. പക്ഷേ എന്താ? എച്ചും എഫും ഡിയും നമ്മുടെ ഗ്രാഫിനകത്ത് ഓൾറെഡി വരച്ചതാണ്. അപ്പോൾ തിരിച്ച് ഇക്ക് വരയ്ക്കാനായിട്ട് ഇനി പുതിയ വെർട്ടെക്സുകളൊന്നുമില്ല. അപ്പോൾ ഇയുടെ പുറകിലേക്ക് പോവുക. ഏതാണ് അടുത്തത്? ഡി. ബാക്ക് ട്രാക്ക് ചെയ്ത് പുറകിലേക്ക് വന്നു, ഡി. ഇയിൽ നിന്ന് പുറകിലേക്ക് വന്നു, ഡി. ഡിയുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഏതൊക്കെയാണുള്ളത്? ഇ ഉണ്ട്, എഫ് ഉണ്ട്, സി ഉണ്ട്. അപ്പോൾ ഇയും എഫും ഓൾറെഡി വരച്ചതാണ്, ഇയും എഫും ഓൾറെഡി വരച്ചതാണ്. അപ്പോൾ പുറകിലേക്ക് ബാക്ക് ട്രാക്ക് പുറകിലേക്ക് പോവുക, സിയിലേക്ക് വരയ്ക്കുക. ഡിയിൽ നിന്ന് സി വരയ്ക്കുക. കാരണം നമ്മൾ സി എന്ന് പറഞ്ഞൊരു വെർട്ടെക്സ് നമ്മുടെ ഗ്രാഫിനകത്ത് വരച്ചിട്ടില്ല. അപ്പോൾ ഡിയിൽ നിന്ന് സി വരച്ചു. നെക്സ്റ്റ് ഇനി സിയിൽ നിന്ന് ഏതാ വരയ്ക്കാനുള്ളത്? എ ഉണ്ട്, ബി ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുക. സിയിൽ നിന്ന് ഞാൻ ബി ചൂസ് ചെയ്തു. അപ്പോൾ സിയിൽ നിന്ന് ബി വരച്ചു. ഇനി ബിയിൽ നിന്ന് ഏതാ വരയ്ക്കാനുള്ളത്? എ. ബിയുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് എ ഉള്ളൂ. അപ്പം എ വരച്ചു. ഇപ്പോൾ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. അതായത് സ്റ്റെപ്പ് 2 കറക്റ്റ് ഈ ഗ്രാഫ് വരണമെന്നൊന്നുമില്ല. നമ്മുടെ ഫൈനൽ ആൻസർ ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്ത് ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടിയാൽ മതി. ഗ്രാഫിൻ്റെ ഫിഗർ ഈ ഷേപ്പിൽ തന്നെ ഇരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഫിഗർ വരയ്ക്കാം. അപ്പം ഈ പ്രൊസീജിയർ മാത്രം ഓർത്താൽ മതി. ഇഷ്ടമുള്ള ഒരു വെർട്ടെക്സ് ആദ്യമേ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഡി ആണ് ചൂസ് ചെയ്തത്. പകരം നിങ്ങൾ ഇവിടെ എച്ച് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ഗ്രാഫേ കിട്ടത്തുള്ളൂ. ഈ പ്രൊസീജിയർ മാത്രം ഫോളോ ചെയ്താൽ മതി. ഗ്രാഫ് ഏത് വേണമെങ്കിലും വരാം.